ദിവസം മുമ്പ് അവധിക്ക് നാട്ടിലെത്തിയ സൈനികനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ മൂത്തേടം കുറ്റിക്കാട് സ്വദേശി 32-കാരൻ ജസൻ സാമുവലാണ് മരിച്ചത്. ഛത്തീസ്ഗഡിൽ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം 4 ദിവസം മുമ്പാണ് അവധിക്ക് നാട്ടിലെത്തിയത്. ഇന്ന് രാവിലെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം മരണകാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. +1 വിദ്യാർത്ഥിനിയായ 16-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കണ്ണൂർ അത്താഴക്കുന്ന് സ്വദേശി ദീപനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടിയത്. പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രതി പരിചയപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കക്കാടുള്ള ബന്ധുവീട്ടിലെത്തിച്ച് പെൺകുട്ടിയെ പലതവണ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് ഇയാൾ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണും വാങ്ങി നൽകിയിരുന്നു. കുട്ടിയുടെ കയ്യിൽ പുതിയ ഫോൺ കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീടൊഴിയാൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് 64-കാരൻ ആത്മഹത്യ ചെയ്തു. തൃശൂർ ചാലക്കുടിയിലാണ് സംഭവം. വെട്ടിക്കടവിൽ AKM റോഡിലെ സോമസുന്ദര പണിക്കരാണ് മരിച്ചത്. ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. വീടും ഭൂമിയും ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിലാണ്. തുടർന്ന് വീടൊഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോമസുന്ദര പണിക്കർക്ക് സമ്മർദ്ദമുണ്ടായിരുന്നതായാണ് വിവരങ്ങൾ. വീട്ടിൽ അതിക്രമിച്ചു കയറി താമസം തുടരുന്നുവെന്നായിരുന്നു ധനകാര്യ സ്ഥാപനത്തിന്റെ പരാതി. ആലപ്പുഴ അരൂരിൽ തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന കാപ്പ കേസ് പ്രതി മരിച്ചു. എരമല്ലൂർ സ്വദേശി 28-കാരൻ ലിജിൻ ലക്ഷ്മണനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ നവംബർ 24-ന് രാത്രിയാണ് ലിജിന് തലക്കടിയേറ്റത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തായ എരമല്ലൂർ സ്വദേശി സാംസൺ ലിജിനെ പട്ടിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലിജിനെ ആദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രതി സാംസണെ അന്ന് രാത്രി തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അരൂർ പോലീസ് പിടികൂടിയിരുന്നു. നിരവധി ലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് സാംസൺ. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ പേരിൽ SFI KSU സംഘർഷം. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലാണ് ഇരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയായ അമൃതപ്രിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു. അമൃതപ്രിയയ്ക്ക് സ്വീകരണം നൽകാൻ KSU സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു സംഘർഷം. പാരഡി പാട്ട് വെച്ചപ്പോൾ SFI പ്രവർത്തകർ പ്രകോപിതരായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് KSU പ്രവർത്തകർ പറഞ്ഞു.